എറണാകുളം എം പി ഹൈബി ഈഡന്റെ വീട്ടിൽ അതിക്രമം നടത്തിയതിന്റെ ദൃശ്യം പുറത്ത് ചെടിച്ചട്ടി ഉൾപ്പെടെ തല്ലി തകർത്ത തൃപ്പൂണിത്തുറ സ്വദേശി അലക്സ് ചാക്കോയെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കതല ചട്ടിയും പൊട്ടിച്ചതാണ്. ക്യാമറയുടെ നേരെ വന്നിട്ട് ചെയ്യാം. ഏത് പോലീസ് സ്റ്റേഷൻ? തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ. ഞാൻ ആ സ്റ്റാച്യു ജംഗ്ഷനിൽ ഹൈബിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നെ പിടിച്ച്. അപ്പോൾ നിങ്ങൾ എൻ്റെ ബൈക്കും കൊണ്ട് പോയി എൻ്റെ വീട്ടിൽ കയറി ഒരുത്തനെ അടിച്ചിട്ട് അത് അന്വേഷിക്കാനായിട്ട് നിങ്ങൾക്ക് 48 ഇപ്പൊ എത്ര ദിവസമായി? 7 ദിവസമായി. അതേ ഹൈബിയുടെ വീട്ടിലായിരിക്കണത്, എം പി ഹൈബിയുടെ വീട്ടില്. എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തത് നിങ്ങൾ ഒന്ന് കാണട്ടെ. വിളച്ചിലെടുക്കല്ലേട്ടോ എൻ്റെ അടുത്ത്. ആ വണ്ടി രാവിലെ എൻ്റെ വീട്ടിലിരിക്കണം, മനസ്സിലാവണ്ട. ഏതാണ് ഓടിച്ചത് അതാ ഓടിച്ചിട്ട് എൻ്റെ വീട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കിടങ്ങി ഷാപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വള്ളി ചേച്ചി ഉണ്ടല്ലോ, വള്ളി മുരളീധരൻ എന്ന് പറഞ്ഞ കൗൺസിലർ, അയാളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ്. ആ വണ്ടി അവിടെ കൊണ്ട് വെച്ചേക്കണം. ഇല്ലേ ഹൈബിയുടെ വീട്ടിലിരിക്കുന്ന പലതും ഇവിടെ നശിപ്പിച്ചു കളയും. ഞാൻ കൊണ്ട് വെച്ചേക്കിട്ടാ. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ ശങ്കർ, ഇതെന്താണ് ഈ സംഭവം? ഈ കക്ഷിയുടെ ഈ അലക്സ് ചാക്കോയുടെ പ്രശ്നം എന്താണ്? അലക്സ് ചാക്കോയുടെ പ്രശ്നം, പല പ്രശ്നങ്ങൾ അയാൾ പറയുന്നുണ്ട്. ഇന്നലെ രാവിലെ, അതായത് വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. ഹൈബീഡിൻ്റെ കലൂരിലെ വസതിയിലെത്തി ചെടിച്ചട്ടി ഉൾപ്പെടെ തള്ളി തകർത്തു. അതിനുശേഷം ഇയാൾ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് താൻ ഇങ്ങനെ ഹൈബീഡിൻ്റെ വീട്ടിൽ വന്ന് അതിക്രമം കാട്ടിയിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു. ഇയാൾ ആ കോളിൽ തന്നെ പറയുന്നത് തൻ്റെ വീട് വിറ്റെന്നും ആ വീട്ടിൽ ആരും അതിക്രമിച്ച് കയറിയുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആരുമായിട്ടോ തർക്കമുണ്ടായ സമയത്ത് തനിക്ക് മർദ്ദനമേറ്റു. അപ്പോൾ അതിൽ കേസെടുക്കാൻ പോലീസ് കൂട്ടാക്കിയില്ല, തൻ്റെ വാഹനം എടുത്തുകൊണ്ട് പോയി അത് തിരിച്ചു വെച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ പേരിലാണ് ഹൈബീഡിൻ്റെ വീട്ടിലെത്തി ചെടിച്ചട്ടി തല്ലി തകർത്തതെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇനിയും വണ്ടി തിരികെ തരാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തല്ലി തകർക്കും എന്നുള്ളതാണ് ആ ഓഡിയോയിൽ കേൾക്കുന്നത്. പക്ഷേ ഇതിനകത്തെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരാൾ അതിക്രമം കാട്ടിയിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും അല്ലെങ്കിൽ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഹൈബീഡിനും ഭാര്യയും വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ശബ്ദം കേട്ടിരുന്നെങ്കിലും അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം അത് സുരക്ഷാ പ്രശ്നം ഉള്ളത് ആയതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയില്ല. രാവിലെ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ ചെടിച്ചട്ടികൾ തകർത്ത നിലയിൽ കണ്ടത്. ഇതിനെ തുടർന്ന് പോലീസിനെ വിളിച്ചപ്പോൾ ആദ്യം കിട്ടിയില്ല. പിന്നീടാണ് പാലാരിവട്ടം പോലീസ് വന്ന് കേസെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിസ്സംഗ സമീപനം ഉണ്ടായി എന്നുള്ളത് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നുൾപ്പെടെ വ്യക്തമാണ്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. പോലീസിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം അതിക്രമം നടത്തുക എന്ന നിലയിലേക്കൊക്കെ ക്രിമിനൽ പ്രവർത്തനം വ്യാപിക്കുന്നത് ആശങ്കാജനകമാണ്.